ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു പുതുപുത്തൻ 2 നില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ്. 10 സെൻറ്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത്. നമുക്ക് വീടിൻ്റെ മുൻവശത്തെ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ദൃശ്യം. മുൻവശത്തുകൂടി പഞ്ചായത്തിൻ്റെ ടാറിംഗ് റോഡാണ് പോകുന്നത്. നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഹൈവേയിൽ നിന്നും വെറും 50 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഒരു NRI സ്വന്തം ആവശ്യത്തിന് പണിയിപ്പിച്ച വീടാണ്. ഇതിപ്പം വിൽപ്പനയ്ക്കായിട്ട് ഇട്ടിരിക്കുന്നു. അവർക്ക് ജോലി സംബന്ധമായിട്ട് അവിടെ നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഈ വീട് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു വലിപ്പമുള്ളൊരു ഗേറ്റ്. മുറ്റമൊക്കെ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുണ്ട്. ഇതാണ് വലിപ്പമുള്ളൊരു കാർ പോർച്ച്. ഗേറ്റ് കടന്നാൽ നേരെ കാർ പോർച്ചിലേക്കാണ് വാഹനം കയറ്റാവുന്ന രീതിയിലാണ്. ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില 1,20 ലക്ഷം രൂപയാണ്. വിലയിൽ മാറ്റം വരുത്തുന്നതാണ്. നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടുവരാം. ഏത് കടുത്ത വേനലിലും വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന മേഖലയാണ്. ഇതാണ് നമ്മുടെ കിണർ വരുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വാതിലുകൾ, ജനൽപ്പാളികൾ മുതലായവയെല്ലാം തേക്കിൻ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്നൊരു വീടാണിത്. മുറ്റത്തിൻ്റെ വശങ്ങളിലൊക്കെ ഗാർഡൻ വർക്കുകളൊക്കെ വരാനുള്ളതാണ്. നല്ല വലിപ്പമുള്ളൊരു മുറ്റമാണ് ഈ വീടിന് വന്നിരിക്കുന്നത്. 3-4 വാഹനങ്ങളൊക്കെ ഒരേ സമയം നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ ക്രമീകരണം. ഇതാണ് വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം. യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്ത ഒരു മേഖലയിൽ ഹൈവേയുടെ തൊട്ടടുത്തായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും കൊണ്ട് പാലാ ടൗണിലേക്ക് ഒരു 5 മിനിറ്റ് ഡ്രൈവിംഗ് മാത്രമേ വരത്തുള്ളൂ. അതുപോലെ തന്നെ പള്ളി, സ്കൂള് മുതലായ സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം ഒരു 1 കിലോമീറ്റർ താഴെയുള്ള ദൂരത്തിൽ നമുക്ക് ലഭ്യമാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്നുള്ള പില്ലറുകളിലെല്ലാം ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഉൾപ്പെടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വരുന്നത്. തേക്കിൻതടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ്. 2 പാളിയുടെ ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നത്. ലിവിങ് ഹാളിലും നല്ല ജിപ്സം വർക്കുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 വശത്തു നിന്നും TV കാണാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 2-ാം നിലയുടെ മുകൾ വശമാണ് നമ്മളിപ്പോൾ കണ്ടത്. ലിവിങ് ഹാളിലും ഡൈനിങ് ഹാളിലും ഒരേപോലെ നമുക്ക് TV കാണാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് ഫ്ലവർ വൈസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി മനോഹരമാകുന്നതാണ്. ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ ഈ വീടിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രെയർ ഏരിയ വരുന്നത്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രെയർ ഏരിയ ആണ്. അതോടൊപ്പം തന്നെ വാഷ് ഏരിയ ഇതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ വർക്കുകളാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്തു നൽകുന്നതാണ്. ഇതാണ് നമ്മുടെ 2-ാം നിലയിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസാണ്. അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് സെറ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ബെഡ്റൂമുകളായിട്ട് കാണാം. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം നല്ല
ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BLDC ഫാനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ 2 ജനാലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ റൂമിലെ കബോർഡാണ് വരുന്നത്. റൂമിൻ്റെ പൊക്കത്തിൽ തന്നെയാണ് ഈ കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് അതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. എല്ലാം വാറൻറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിനും ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കെറോവൈറ്റിൻ്റെ സാധനങ്ങളാണ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതിനുള്ളത്. 2400 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത്. ഇതിലും ഇൻറ്റീരിയർ വർക്കുകളുണ്ട്, ഫാനുണ്ട്, ഫാൻസി ലൈറ്റുകളുണ്ട്, LED ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ജനാലകൾക്ക് സ്റ്റീൽ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ജനൽപ്പാളികൾ വരുന്നത് തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് വരുന്നത്. എല്ലാം നല്ല ഉയരത്തിൽ നമ്മൾ മറ്റു വീടുകളിൽ കാണുന്നതിലും വ്യത്യസ്തമായിട്ട് വലിയ കബോർഡുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. മുമ്പ് കണ്ട പോലെ തന്നെ കെറോവൈറ്റിൻ്റെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വന്നു. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ്. നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള കിച്ചൺ കാണാം. ഇതാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ. ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ടൈലാണ്, മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. ഇതാണ് കിച്ചണിലെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിലുള്ള കബോർഡ് വർക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ. ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വരുന്നത്. സ്വിച്ച് ബോർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ്. കിച്ചൺ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകൾ നിലയിലെ ദൃശ്യങ്ങൾ കൂടി കാണാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗമൊക്കെ വരുന്നതും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പാലാ ടൗണിലേക്ക് ഏകദേശം 5 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ളത്. ഹൈവേയിലേക്ക് വരും 50 മീറ്റർ മാത്രമാണ് ദൂരം. ഇതാണ് രണ്ടാം നിലയിൽ മുകളിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ദൃശ്യം. ഇവിടെ ഒരു ഹാളും 2 ബെഡ്റൂമും 2 ബാൽക്കണിയാണുള്ളത്. മുകൾ നിലയിൽ നിന്ന് നമ്മൾ താഴത്തെ നിലയിലെ ലിവിങ് ഹാളാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ബാൽക്കണിയിലേക്കുള്ളൊരു ഡോറ്. ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി വരുന്നത്. കുറച്ച് സ്പേസ് കൂടി നമുക്ക് അപ്പുറത്തുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഭാഗം ഗ്ലാസ് ഇട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിലെ ഡോറാണ് കാണുന്നത്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഈ ഡോറ് കൊടുത്തിരിക്കുന്നത്.
ഈ കാണുന്നതാണ് മുകളിലത്തെ നിലയിൽ ഒരു ഹാള് വരുന്നത്. ഇവിടെയും 3 പാളിയുടെ ജനാലകളാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്തൊക്കെ ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു, വാം ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു, LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം. താഴത്തെ നിലയിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. വലിപ്പമുള്ള ബെഡ്റൂം, താഴത്തെ പോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം. ഇതിലും ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഉയരത്തിൽ തന്നെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ്. പാലാ പൊൻകുന്നം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. GMൻ്റെ സ്വിച്ചുകളാണ്, സ്വിച്ച് ബോർഡുകളൊക്കെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. വില ഒരിക്കൽ പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്. 10 സെൻറ്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത്. ഇതിന് ചോദിക്കുന്ന വില 1,20,00,000 രൂപയാണ്. വിലയിൽ മാറ്റം വരുത്തുന്നതാണ്. നമുക്ക് നാലാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ടൈല് പൂർണ്ണമായിട്ടും അപ്പോക്സി ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് പണിതായതുകൊണ്ട് വിൽപ്പന എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അല്ലാതെ പണിതതുകൊണ്ട് നല്ല രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ റൂമിലും AC-യുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനിലുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. ബാത്റൂമിൽ ഉൾപ്പെടെ എല്ലാം LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഹൗസ് പ്ലോട്ടിലൊന്നുമല്ല ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടാണ്. അത്യാവശ്യം അയൽപ്പക്കങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മേഖലയാണ്. ഈ ഒരു ഭാഗം നമുക്ക് ഷീറ്റിട്ട് എടുത്തു കഴിഞ്ഞാൽ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. നല്ല പ്രഷറിൽ വെള്ളം ലഭിക്കുന്നതിനായിട്ട് വീണ്ടും കുറച്ചും കൂടി ഉയരത്തിൽ സ്റ്റാൻഡ് വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യവും ചെയ്ത് നൽകുന്നതായിരിക്കും. 1,20,00,000 രൂപ നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലോ ബഡ്ജറ്റിൻ്റെ വീടുകൾ അടുത്ത ദിവസം തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. 40 ലക്ഷം 50 ലക്ഷത്തിൻ്റെയൊക്കെ വീടുകൾ പണി തീർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.